മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദമാണ്. ആ വിവാദത്തിലും രാഷ്ട്രീയ പോര് കനക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ഓണപ്പൂക്കളത്തിനെതിരെ പോലീസ് കേസെടുത്തുവെന്ന ആരോപണത്തിലാണ് രാഷ്ട്രീയ തർക്കം. പ്രതിഷേധം ശക്തമാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. നാളെ ബി.ജെ.പി പ്രതിഷേധ മാർച്ച് നടത്തും. ബി.ജെ.പിയുടെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നാണ് സി.പി.എമ്മിന്റെ ആരോപണം. വ്യാജ വാർത്തയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനാണ് കേസെടുത്തതെന്നും പൂക്കളത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. എസ് വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഓണപ്പൂക്കളം വിവാദമായിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും പറഞ്ഞിരിക്കുന്ന വിശദീകരണം അതവിടെ കൊടിതോരണങ്ങൾ അനധികൃതമായി സ്ഥാപിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. പൂക്കളവുമായി അതിനൊരു ബന്ധവുമില്ല എന്നാണല്ലോ. തീർച്ചയായും ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം കടുക്കുമ്പോഴാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് പോലീസ് നൽകിയിരിക്കുന്നത്. പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പൂക്കളം ഇട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. കോടതി വിധിക്കെതിരായി രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും ഫ്ലെക്സും പ്രദർശിപ്പിച്ചതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് എഫ്ഐആറിൽ പറഞ്ഞിട്ടുമില്ലായിരുന്നു. എന്തായാലും RSS അനുഭാവികളും അതുപോലെ തന്നെ ഈ പ്രവർത്തകരുമായ ശരത്, അശോകൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 25 പേർക്കുമെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ RSSന്റെ കൊടിയെ സൂചിപ്പിക്കും വിധം പൂക്കൾ കൊണ്ട് അത്തമൊരുക്കി എന്ന എഫ്ഐആറിൽ പറയുന്നു. അതുപോലെ തന്നെ കലാപാഹ്വാനം നടത്തിയെന്നും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ കേസെടുത്ത നടപടിക്കെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച ബി.ജെ.പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി, എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.